നമസ്കാരം, എല്ലാവർക്കും സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ തെയ്യങ്ങളുടെയും കലകളുടെയും നാടായ കണ്ണൂർ നിന്നൊരു കലാകാരനാണ് സെല്ലുലോയിഡിൽ. മലയാള സിനിമയിൽ ഒരുപാട് ജോണേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൊരു നടൻ, വില്ലനായിട്ടും അതുപോലെ തന്നെ ഹ്യൂമർ റോൾസും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് വെൽക്കം അഭിരാം രാധാകൃഷ്ണൻ ടു സെല്ലുലോയിഡ്. അഭിരാം, വെൽക്കം ടു സെല്ലുലോയിഡ്. താങ്ക് യു. ഇപ്പൊ എന്തായാലും അഭിരാമിന് ധീരൻ സീസൺ ആണ് അല്ലെ? ധീരനിസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗായകനായിട്ട് ചെയ്തു, കുറച്ച് കോമഡിയും കൂടെ ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് അല്ലേ? ആ സിനിമയുടെ ഒരു ടോട്ടൽ ഫ്ലേവർ ഹ്യൂമറാണ്. അതിനകത്തൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടെങ്കിലും ആ സിനിമയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് ഹ്യൂമറാണ്. അപ്പോൾ ദേവദത്ത് ഷാജി അത് നെറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഹ്യൂമറിന്റെ ഷെയ്ഡ് നമുക്ക് കിട്ടിയായിരുന്നു. ആൻഡ് പ്ലസ് ഈ ആക്ടേഴ്സ് ഇവരെല്ലാരും ഹ്യൂമറിൽ അവരവരുടെ സ്ഥാനം വളരെ തെളിയിച്ചിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പൊ അവരുടെ കൂടെ എന്നെ അതിനെപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഹ്യൂമറസ് ക്യാരക്ടർ തരുമ്പോൾ ഇറ്റ് വാസ് എ ചാലഞ്ച് ഫോർ മീ ടു ഡു. കാരണം ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് ഞാൻ മാത്രം മോശമാണെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദ സിനിമ ഓൾസോ ആൻഡ് ഓൾസോ മീ. അപ്പോൾ അത് എനിക്കൊരു ചാലഞ്ച് ആയിരുന്നു. പക്ഷേ ആ സിനിമ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കണ്ട ആൾക്കാരുടെ അഭിപ്രായം വെച്ച് നോക്കുമ്പോഴും ഐ എം സാറ്റിസ്ഫൈഡ് ദാറ്റ് ഐ ഡിഡ് pretty well. വലിയ കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് ആൾക്കാർ പറയണത്. ഇനിയും ജനങ്ങൾ കാണുകയും ഇനിയും ആൾക്കാർ അഭിപ്രായം പറയുകയും ചെയ്യും. ഇപ്പൊ എല്ലാരും കണ്ടിട്ടില്ലല്ലോ, ഇനിയും ആൾക്കാർ കാണട്ടെ. ധീരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ചിയസ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ബാനർ നമ്മുടെ വളരെ അടുത്ത ഡൺ 2 movies with them before. ജാനമൻ, അതും എനിക്ക് കരിയർ വൈസ് ഒരു നല്ലൊരു ഇതുണ്ടാക്കി തന്ന മൈൽ സ്റ്റോൺ ആക്കിയ ഒരു സിനിമയായിരുന്നു ജാനമൻ. അത് കഴിഞ്ഞ് ഫാലിമി ചെയ്തായിരുന്നു. പിന്നെ ഇപ്പൊ ധീരൻ ചിയസ് എന്റർടൈൻമെന്റ് ചെയ്യുന്നത് ദേവദത്ത് ഷാജിയുടെ തിരക്കഥ. ലോയി സാറിന്റെ മകൻ ഹരികൃഷ്ണനാണ് അതിന്റെ ക്യാമറ ചെയ്തേക്കണേ. അപ്പോൾ അതൊക്കെ ഭയങ്കര മനോജേട്ടൻ സല്ലാപം അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഹരി ചെറുപ്പത്തിൽ ആളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കോയിൻസിഡൻസുകൾ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വരത് എന്റെ ആശ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റി. അതൊക്കെ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവാണ്. പ്ലസ് സിനിമ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ധീരൻ. അത്തരത്തിലുള്ള ജോണറുള്ള സിനിമകൾ, കുറച്ച് ഹ്യൂമർ ഫ്ലേവർ ഉള്ള സിനിമകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അത് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഓൾഡ് സ്കൂൾ ആക്ടേഴ്സ് ഉള്ളൊരു മൂവി ആയിരുന്നു അല്ലെ? ജഗദീഷ് ഏട്ടനുണ്ട്, അശോകൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വിനീത് ഏട്ടനുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിനീത് ഏട്ടൻ്റെ കൂടെ ഞാൻ മുന്നേ അഭിനയിച്ചിട്ടുണ്ട്, പാച്ചുവും അത്ഭുതങ്ങളൊക്കെ എന്നുള്ള സിനിമയിൽ. ജഗദീഷ് ഏട്ടൻ്റെ കൂടെ ഫാലിമി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സുധീഷ് ഏട്ടനെ മുന്നേ അറിയാം, എനിക്ക് അഭിനയിച്ചിട്ടില്ല ഒരുമിച്ച്. പക്ഷെ 5ാം പാതിര എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ഉണ്ട്, ഞാനുണ്ട്. അപ്പൊ അങ്ങനെ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. അശോകേട്ടനും മനോജേട്ടനുമായിരുന്നു ഫ്രഷ്. അങ്ങനെ നോക്കുകയാണ് പുതിയ ആൾക്കാർ അവരുടെ കൂടെ. അപ്പോൾ അത് എനിക്കൊരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു ഇവരുടെയൊക്കെ കൂടെ. ജഗദീഷ് ഏട്ടനൊക്കെ ആയിട്ടുള്ള ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞ് മുന്നേ. പക്ഷെ മനോജേട്ടൻ അശോകേട്ടൻ രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ സിനിമാ നടന്മാരാണല്ലോ നമ്മളെക്കാളും. അപ്പോൾ അതുകൊണ്ട് ആ ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ട്. പക്ഷെ അവര് ഭയങ്കര വാമായിരുന്നു, നമുക്ക് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മള് ധീരന്റെ മേക്കറിനെ പറ്റി സംസാരിച്ചില്ല. ദേവദത്ത് ഷാജി മലയാളത്തിലെ വൺ ഓഫ് ദ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവി മേക്കർ എന്നറിയപ്പെടുന്ന അമൽ നീരദിന്റെ റൈറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ആയിട്ടും പുള്ളി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ ഒരു ഷെയ്ഡ് ഈ മൂവിയിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, വളരെ വ്യത്യസ്തമായിരുന്നു. അമലേട്ടന്റെ ഒരു പാറ്റേണിലല്ല ദേവൻ ഡയറക്ട് ചെയ്തത് ധീരൻ. ദേവന്റെ ഈ കഥയെ കുറിച്ചിട്ട് ഭയങ്കര വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും, ഞാൻ പറഞ്ഞില്ല, ഒരു ഹ്യൂമർ ഫ്ലേവറിലുള്ള സ്ക്രിപ്റ്റാ. എനിക്ക് തോന്നുന്നില്ല അമലേട്ടൻ അങ്ങനെ. അമലേട്ടന്റെ സിനിമകളിൽ നല്ല റിമെമ്പറബിൾ ആയിട്ടുള്ള ഹ്യൂമറസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അമലേട്ടന്റെ ഒരു ടോട്ടൽ ഫ്ലേവർ വേറെയാണ്. ആൻഡ് പ്ലസ് അവൻ കുമ്പളങ്ങി നൈറ്റ്സിൽ അവൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. അവനും രാജേഷും അസിസ്റ്റന്റ് ആയിരുന്നു കുമ്പളങ്ങിയിൽ. അപ്പോൾ അവൻ ഫസ്റ്റ് ഡയറക്ട് ചെയ്യുമ്പോൾ രാജേഷ് നായകനായി. അതൊക്കെ ഭയങ്കര കോയിൻസിഡൻസ് അല്ലേ? ഇവനെ കണ്ടുപിടിക്കുന്നത് ദിലീഷ് ഏട്ടനാ, പോത്തൻ. ഇവന്റെ ഒരു ഷോർട്ട് ഫിലിം, വെൻ ഹി വാസ് ഇൻ കോളേജ്, ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് പോത്തേട്ടൻ ഇവൻ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, ദേവനടുത്ത് കം നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് ദേവദത്ത് ഷാജി. പിന്നെ അവൻ ഈ കഥ അവന്റെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ കഥ എഴുതിയത്. ഓൾമോസ്റ്റ് റിയൽ ഇൻസിഡന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം. ഒരു ധീരന്റെ കഥയാ. ധീരതയ്ക്കുള്ള പ്രസിഡന്റിന്റെ നിന്ന് അവാർഡ് മേടിച്ച ഒരാളുടെ കഥയാണ്. അവന്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. അതിനെ അവൻ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാണ്. ഈ സ്ക്രിപ്റ്റ്
അത് അമലേട്ടന്റെ ആ സ്റ്റൈലിലല്ല, മേ ബി അവന്റെ വരുന്ന സിനിമകളൊക്കെ ചിലപ്പോൾ ആ സ്റ്റൈൽ കാണാൻ പറ്റുമായിരിക്കും. ഇതെന്തായാലും ഇങ്ങനത്തെ ഒരു ഫ്ലേവറിലുള്ള സിനിമയാണ്. ആൾക്കാർക്ക് ഇപ്പൊ പൊന്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഹ്യൂമറസ് മൊമെന്റ്സ് ഉള്ള, അതായത് ഒരു മലയാളിത്തമുള്ള, അല്ല മറ്റേത് മലയാളത്തിൽ ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ കുറെ കൂടെ ലോക്കൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ധീരൻ. ശരിക്കും ഒന്ന് ഒരു പ്രൊഫൈലിലൊന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ കല ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സീരിയസ് വൈബ്സ് ഉള്ള പോലെ ഹിന്ദിയിലൊക്കെ തിയേറ്ററിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അത് ഈ മൂവിയിലേക്ക് കയറാൻ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നോ ശരിക്കും? അല്ല, അല്ല, അത് നമ്മുടെ കോളേജിന്റെ അന്തരീക്ഷത്തിൽ യൂണിവേഴ്സിറ്റി തിയേറ്റർ ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെ അതിന് അത്ര സീരിയസ്നെസ് കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചു നമുക്ക് ഇപ്പൊ NSD പോലത്തെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തിയേറ്റർ കുറച്ചും കൂടെ തിയറിറ്റിക്കലായിട്ട് തിയേറ്റർ പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പിന്നെ ഈ ആർട്ട് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമുക്ക് സ്കൂളിൽ പാഠ്യവിഷയങ്ങളുണ്ട്, പാഠ്യേതര വിഷയങ്ങളുണ്ട്. പാഠ്യവിഷയങ്ങളോട് താല്പര്യക്കുറവുണ്ട്, പാഠ്യേതര വിഷയങ്ങളോട് താല്പര്യം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റു കഴിവുകളില്ലാത്തതുകൊണ്ട് കലാപരമായ കഴിവുകളെ മറ്റു കഴിവുകളില്ലെന്നോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാത്തമാറ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ സയൻസിലോ ഒരു സബ്ജക്റ്റിലും അകപ്പാടെ ഈ പറഞ്ഞതുപോലെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ മാർക്ക് കിട്ടുന്ന സബ്ജക്ട് ഹിന്ദി ആയിരുന്നു. ഹിന്ദിയിൽ ഞാൻ നന്നായിട്ട് സ്കോർ ചെയ്യുമായിരുന്നു, ഹിന്ദിയിലും മലയാളത്തിലും. അല്ല, അതുകൊണ്ടല്ല, സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ നാട്ടിലല്ലേ. പണ്ട് നമ്മുടെ നാട്ടില് ദൂരദർശൻ മലയാളം ഉണ്ടായിരുന്നില്ല. ഐ മീൻ 91 ഞാൻ എൻ്റെ വീട്ടിൽ TV വരുന്നത്. ഞാനിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കാം. അത് നമുക്ക് 5th തൊട്ടിട്ടാണ് ഹിന്ദി പഠിപ്പിക്കണം സ്കൂളിൽ. ഇപ്പൊ എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണെന്ന്, പക്ഷെ നമ്മുടെ കാലത്ത് 5th തൊട്ടിട്ടാണ് ഹിന്ദി ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ആ സമയം ആകുമ്പോഴേക്കും നന്നായിട്ട് ഹിന്ദി അറിയാം. ബിക്കോസ് ഐ ഹാവ് വാച്ച്ഡ് ദൂരദർശനിൽ വരുന്ന മൂവീസും സീരിയൽസ്. ഷാറുഖ് ഖാന്റെ ഒക്കെ ഫസ്റ്റ് സീരിയൽ ഉണ്ട്, ഫോജി എന്ന് പറഞ്ഞിട്ട്. ഷാറുഖ് ഖാന്റെ ഫസ്റ്റ് ഫോജി ആണോ സർക്കസ് ആണോ എനിക്കറിയില്ല, 2 സീരിയൽസ് ഉണ്ടായിരുന്നു. ഷാറുഖ് ഖാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുന്നേ അഭിനയിച്ച. അപ്പൊ ആ 2 സീരിയലും കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ ഒരുപാട് സീരിയൽസ്, മഹാഭാരതം രാമായണം വേറെ, പിന്നെ സിനിമകൾ. ആ സമയത്ത് ആദ്യമൊക്കെ നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ലെങ്കിലും ഇരുന്ന് കണ്ട് ഗ്രാജുവലി എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്താണ് പറയണമെന്ന്. അപ്പൊ ചെറുപ്പത്തിലേക്ക് ഹിന്ദി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. അപ്പൊ ഹിന്ദിയിലായിരുന്നു സബ്ജക്റ്റിൽ സ്കോർ ചെയ്തിട്ടിരുന്ന ഏക ഒരു ഇത്. അപ്പൊ പിന്നെ ആ സമയം തൊട്ട് തന്നെ നാടകം എല്ലാ വർഷവും യൂത്ത് ഫെസ്റ്റിവൽസിന് നാടകം തട്ടിക്കൂട്ടുമ്പോ നമ്മളെ വിളിക്കും. സിദ്ധാർത്ഥ് ഭരതനാണോ സിനിമയിലേക്കുള്ള വഴി കാട്ടി എന്ന് പറഞ്ഞിട്ട് പ്രൊഫൈൽ ആണ്? അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെയാണോ ചോദിക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. അപ്പൊ ഹിസ്റ്ററി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിദ്ധുബായിന്റെ കൂടെ ആണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ചന്ദ്രേട്ടൻ എവിടെയല്ല അല്ലേ? അപ്പോ അഭിനയം എന്നുള്ളതായിരുന്നില്ല നമ്മുടെ ഒരു അങ്ങനെയായിരുന്നു. ഇത്രയും കലയും തിയേറ്ററും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടും അഭിനയമായിരുന്നില്ല സിനിമയിലേക്ക് വരുമ്പോൾ ആഗ്രഹം? അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത് ഡയറക്ഷൻ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. സിദ്ധുബായിന്റെ കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സിദ്ധുബായിന്റെ കൂടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടാണ് നമ്മൾ ഇനീഷ്യലി വി ബിഗാൻ റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ്. പക്ഷെ ആ സ്ക്രിപ്റ്റ് പിന്നെ ഒരു സിനിമയിലോട്ട് റിയലൈസ് ആയില്ല. അപ്പൊ ഇറ്റ് ടുക്ക് എ ടൈം ഓഫ് 2 years സിറ്റിംഗ് ഓൺ ദാറ്റ് തിങ് ആൻഡ് ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സിദ്ധുബായിക്ക് ഈ ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് പറഞ്ഞ സിനിമയുടെ കഥ, സന്തോഷിച്ചിക്കാനും ഇതിന്റെ കഥയാണത്. അപ്പൊ ആ കഥ വരുന്നത്, അപ്പോൾ സിദ്ധുബായിക്ക് ആ സമയത്ത് ഇപ്പോഴും അറിയാമെന്നറിയില്ല, സിദ്ധുബായിക്ക് മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു. പുള്ളി ചെന്നൈയിലാണ് സ്കൂളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം വായിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പുള്ളിക്ക് വരുന്ന സ്ക്രിപ്റ്റുകൾ, ഈ കഥകളൊക്കെ പുള്ളിക്ക് വായിച്ചു കൊടുക്കലായിരുന്നു. വായിച്ചു കൊടുക്കലും ടൈംസ് ഐ ട്രാൻസ്ലേറ്റഡ് ഇറ്റ് ടു ഇംഗ്ലീഷ് ഫോർ ഹിം ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ വർക്ക് ചെയ്ത് അതെ ഞാൻ സ്ക്രിപ്റ്റുകൾ ഒരു ഫുൾ സ്ക്രിപ്റ്റ് മലയാളം സ്ക്രിപ്റ്റൊക്കെ ഞാൻ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ചന്ദ്രേട്ടൻ തുടങ്ങുന്ന സമയത്ത് സിദ്ധുബായി ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മള് വളരെ അടുത്ത ബന്ധത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് യു ഹാവ് മോർ ഐഡിയ ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് വൺസ് യു നോ. അങ്ങനെ ആദ്യമായിട്ട് സിനിമ സെറ്റ് കാണുന്നത് ചന്ദ്രേട്ടൻ എവിടെയായാലും ദിലീപേട്ടനെ ആദ്യം കാണുന്നത് എൻ്റെ ആദ്യത്തെ സിനിമ അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഇപ്പം സീരിയസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട്, ഐ മീൻ ടെക്നിക്കൽ സൈഡ്, ഐ മീൻ ഡിറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നോക്കുന്നുണ്ട്. ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് വെരി സൂൺ ഐ തിങ്ക് ഐ വാണ്ട് ടു ഡയറക്റ്റ് എ മൂവി. സോ അത് ഉടനടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ
വർക്കുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വളരെ ലൈറ്റായ ഒരു സന്ദർഭം ഒരു മൊമെന്റ് കേട്ടത് ചോദിക്കുവാണ്. ഒരു ഒരുപാട് ഫൺ ഫാക്ടറും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്, അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ അത് മെൻഷൻ ചെയ്യുന്നത്. ഇത്രയും ഫേം ആയിട്ടുള്ള ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാള് മമ്മൂക്കയുടെ മുമ്പിൽ അഭിനയിച്ച സമയത്ത് ഒരു എന്താ പറയാ സിംഗ് സൗണ്ടിൽ മമ്മൂക്കയുടെ മുമ്പിൽ നിന്നപ്പോൾ ഹാർട്ട് ബീറ്റ് രജിസ്റ്റർ ആയിട്ട് ആ സീൻ വീണ്ടും റീടേക്ക് എടുക്കേണ്ടി വന്നു എന്നൊരു സ്റ്റോറി ഞാൻ കേട്ടായിരുന്നു. ഇറ്റ്സ് ഫൺ അറ്റ് ദ സെയിം ടൈം. ആദ്യം പേടിയായിരുന്നു നമുക്ക് മമ്മൂക്കാനെ. മമ്മൂക്ക അറിയില്ലല്ലോ ഇത് എങ്ങനെയാണത്തെ എങ്ങനത്തെ മനുഷ്യനാണെന്ന് അറിയില്ല. പക്ഷേ ദെൻ ഹി ടുക്ക് ഇനീഷ്യേറ്റീവ് നമ്മളെ ഒന്ന് ഐസ് ബ്രേക്ക് ചെയ്യാനും. നമ്മള് കോവർക്കേഴ്സ് ആണ്. പക്ഷെ ദിലീപേട്ടനെ കണ്ടിട്ടുണ്ട് ഒരുപാട്. അത്രയും ദിലീപേട്ടൻ ഫണ്ണാണ്. എനിക്ക് പേടിയൊക്കെ ആയിരുന്നു. അത്ര ഫണ്ണല്ലേ? ഫണ്ണാണ്. പിന്നെ ദിസ് വാസ് ലൈക്ക് ഇനീഷ്യൽ ഡേയ്സ്. നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെയാണ് ഈ സീൻ എടുക്കുന്നത്. ഈ സീൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം. നമ്മളെല്ലാരും പോയിരിക്കണം ഛത്തീസ്ഗഡിൽ. അതിന്റെ തലേദിവസം രാത്രി അവിടെ ഒരു ഫയറിംഗ് ഉണ്ടായി. മമ്മൂക്ക ബീങ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം ഹി ഡിഡ്ന്റ് ഡു എനിത്തിങ് കഥാപരമായിട്ട്. അപ്പോ ഐ ആം ക്രിട്ടിസൈസിങ് ഹിം, ഐ ആം ടെല്ലിങ് അതർ പീപ്പിൾ. അതായത് ഞാൻ എപ്പോഴേ പറഞ്ഞ ഇതുപോലത്തെ ആൾക്കാരൊന്നും നേതാക്കന്മാരെ കൊണ്ടുവരാൻ പാടില്ല. അത് മമ്മൂക്കാന് മുഖത്ത് നോക്കിയിട്ട് പറ്റൂലെങ്കിൽ ഇട്ടിട്ട് പോകണം അങ്ങനത്തെ ഒരു സാധനം. അത് അങ്ങനെ നോക്കി അദ്ദേഹത്തിന് മുഖത്ത് നോക്കി എങ്ങനെ പറയും, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ തമാശക്ക് പറഞ്ഞാണോന്ന് അറിയില്ല. റഹ്മാൻ അത് മൈക്കില് പറഞ്ഞ് ആരുടെയോ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടല്ലോ. ഓ അങ്ങനെയാണ്, തമാശയായിരുന്നല്ലേ? അറിയില്ല, അങ്ങനെ കേൾക്കാൻ പറ്റും ഹാർട്ട് ബീറ്റ് ഒക്കെ. അപ്പൊ അവൻ ചിലപ്പോ കേൾക്കാട്ടോ, അങ്ങനെ ലേപ്പൽ ഇവിടെയൊക്കെ ഇരിക്കുകയല്ല, കറക്റ്റ് സമയത്ത് ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. അപ്പൊ മമ്മൂക്ക പറഞ്ഞ് എന്റെ എന്തായാലും ആവാൻ സാധ്യതയില്ല, ഇവൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നുകൂടി പോയി ഐ വാസ് വെരി നെർവസ്. ശരി, അപ്പം ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുണ്ട്, എനിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു, നെർവസ് ആയിരുന്നു. എപ്പോഴെങ്കിലും പിന്നെ അല്ലാതെ അതിനു മുമ്പോ അതിന് ശേഷമോ അത്രയും നെർവസ് ആയിട്ടില്ല? അത് എനിക്ക് ഏക അനുഭവം. അതായത് നമുക്ക് നാടകത്തിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല, സിനിമയിലും അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇത് എനിക്ക് ആ മൊമെന്റിൽ ബിക്കോസ് ഒരുപാട് ഫ്ലാഷുകൾ ഇതിന് പല കഥാപാത്രങ്ങൾ, വടക്കൻ വീര തൊട്ട് മറ്റേ കിങ്ങിലെ കമ്മീഷണറിലെ കിങ്ങിലെ ക്യാരക്ടർ തൊട്ട് ഇതിങ്ങനെ ഫ്ലാഷ് അടിക്കുക. നമുക്ക് ഐ കനോട്ട് സീ ഹിം ആസ് മണിസാർ. ഉണ്ടയിലെ മണിസാറായിട്ടല്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് പോയി. ആരുടെ കൂടെ ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഐ ഓൾവേസ് അഡ്മയർഡ് മമ്മൂക്ക, ലാലേട്ടൻ പറഞ്ഞ ആൾക്കാരെ നമ്മൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്നില്ല, ഒരുപാട് എന്തിനേക്കാളും. അപ്പോ ആ നെർവസ്നെസ് അത്രയും പ്രൊലിഫിക് ആയിട്ട് വേറെ ആരെങ്കിലും ഇപ്പൊ മനസ്സിലേതുപോലെ ലാലേട്ടനോടുണ്ടോ അങ്ങനത്തെ ഒരു? ലാലേട്ടൻ എവിടെയോ കുറച്ചും കൂടി ഒരു ലൈറ്റ്നെസ് ഈ പറഞ്ഞ പോലെ. ഞാൻ ഇതുവരെ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ ചിലപ്പോ ഒരുപക്ഷെ നെർവസ് ആവാനുള്ള സാധ്യതയുണ്ട്. വൺ ടൈം അല്ലേ, ആ ഐസ് എപ്പോഴും ബ്രേക്ക് ആവണം. പക്ഷെ എനിക്ക് പിന്നെ അതൊരു പോയിന്റ് ആക്കി ഞാൻ എടുത്തായിരുന്നു. നമ്മള് അഭിനയിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരോ ആയിക്കോട്ടെ, അവര് നിങ്ങളുടെ സഹപ്രവർത്തകരാണ്. ഇപ്പൊ ജഗദീഷ് ചേട്ടൻ എന്തോ പറഞ്ഞു തന്നായിരുന്നു. ഇപ്പൊ ഞാൻ ജഗദീഷ് സാർ എന്നൊക്കെയാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. അതാണ് സാറൊന്നും വിളിക്കണ്ട, ഞാനും നീ എടുക്കുന്ന ഒരേ പണിയാണ്, അപ്പൊ സഹപ്രവർത്തകരാണ്, ചേട്ടാന്ന് വിളിച്ചോ കുഴപ്പമില്ല, പക്ഷേ ഈ സാറ് വിളി വേണ്ട ജഗദീഷ് ചേട്ടൻ പറഞ്ഞാൽ. അപ്പൊ അതൊക്കെ ഒരു പാഠമാണ്. എനിക്ക് അങ്ങനെ ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും തോന്നുന്നില്ല. ഞാനത് മാനേജ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഫിയർ ഫാക്ടർ പോയെന്നാ തോന്നുന്നത്. ഐ എം നോട്ട് കോൺഷ്യസ് എനിമോർ. ഐ ആം മോർ ഫോക്കസ്ഡ് ഓൺ ചെയ്യുന്ന കാര്യം. ആ സീൻ എങ്ങനെ തോന്നുന്നു? നന്നായിട്ട് കഴിവിന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എന്റെ ഫേവറേറ്റ് മൂവീസിൽ ഒരു മൂവിയാണ് ഉണ്ടാന്ന് പറഞ്ഞത്. ഓക്കെ, നോട്ട് ബിക്കോസ് ഐ ആക്ടഡ് ഇൻ ഇറ്റ്, അതർവൈസ് ഓൾസോ ആ സിനിമ എനിക്ക് ഒരു ഫേവറേറ്റ് മൂവിയാണ്. അതിന്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ, അതിന്റെ ഗ്രാഫും എല്ലാം എനിക്ക് ഭയങ്കര ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള സ്ഥാനത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് ഉണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ലുക്മാൻ ചെയ്ത കഥാപാത്രം. ഞാനും ലുക്മാനും തമ്മിൽ ഭയങ്കര ഫ്രിക്ഷൻ നടക്കുന്നുണ്ട് അതിനകത്ത്, ഫൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അവനെ ഫുൾ ടൈം അങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ. പക്ഷേ ലുക്മാൻ ആ ഉൾവലിയലും അവന്റെ ഒരു തരത്തിലുള്ള കോംപ്ലക്സുകളുണ്ടല്ലോ, ഒരു സോഷ്യൽ സിനാരിയോയില് പിന്നിട്ട് നിൽക്കുന്ന ഒരാളുടെ കോംപ്ലക്സും സാധനമൊക്കെ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ലുക്മാന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അത്. പിന്നെ ഓഫ് കോഴ്സ് മമ്മൂക്ക സ്വിച്ച് ഇട്ട പോലെ ആള് മാറുന്ന, ലൈക്ക് ഹി വാസ് വെരി ജോളി വിത്ത് ഇരുന്ന് ചീട്ട് കളിക്കും എല്ലാം ചെയ്യും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ആള് മാറും.
ആക്ടർ. അതിനകത്ത് എല്ലാവരും അർജുൻ അശോകൻ, ഷൈൻ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ്. ഒരുപോലെ ഈ ഒരു ടൂറിന് പോയ പോലെ നമ്മളെല്ലാവരും ഛത്തീസ്ഗഡിൽ പോയി, പല സ്ഥലത്ത് പോയി ട്രാവൽ ചെയ്ത് ശരിക്കും പോലീസ് ചേർന്ന പോലെയായിരുന്നു ആ സ്ഥലത്ത്. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് അബ്രാം വരുന്നതെന്ന് പറയാം. അതെ, ഇപ്പൊ ഫെയിം ഉണ്ട്, പൊളിറ്റീഷ്യൻ ആവാനൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവോ? അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ അറിയില്ല. കാരണം അങ്ങനെ താല്പര്യമുണ്ട്? ഇല്ല, ഇപ്പൊ ഇല്ല. മുന്നേ ഉണ്ടായിരുന്നു. ഓക്കെ, മുന്നേ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു ആഗ്രഹം. യു ഗിവിംഗ് പൊളിറ്റീഷ്യൻ വൈബ്സ് ഓൾസോ. ചെറുപ്പത്തിൽ എന്തുകൊണ്ടാ വെച്ചാൽ വീട്ടില് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല ചുറ്റുപാട്ടത്തിലുള്ള എല്ലാവരും, നമ്മുടെ സുഹൃത്തുക്കള് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അന്നത്തെ നേതാക്കന്മാരെ കാണുമ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ആവണമെന്ന് ആഗ്രഹം. അതും കണ്ണൂർ പോലെ ഒരു സ്ഥലവും. അതെ, അപ്പൊ അങ്ങനെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അതിനും കുറെ വേറൊരു തരത്തിലുള്ള വർക്ക് ആവശ്യമാണ്. അതെ, എവരിതിങ് റിക്വയർസ് വർക്ക്. അത് ശരിയാണ്. അപ്പൊ അത് ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റൂല എന്ന് അവര് മനസ്സിലാക്കിയോണ്ടായിരിക്കും അവരെന്നെ എടുക്കാഞ്ഞത്. അല്ല, എനിക്കൊന്ന് കൂടുതൽ പാഷൻ കിടക്കുന്നത് കലയിലാണെന്ന് തോന്നുന്നു. അതിന്റെ കാരണം അതും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ. വീട്ടില് അമ്മാവന്മാരൊക്കെ ഏത് വേണമെന്നുണ്ട്, ഒരു സൈഡില് പൊളിറ്റീഷ്യൻ, ഒരു സൈഡിൽ കല. അപ്പൊ അതിന്റെ അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് ആർട്ടിലേക്ക് നമ്മളെ ആക്ച്വലി എന്റെ പാരന്റ്സ് അച്ഛനാണെന്ന് തോന്നുന്നു ഒരു മുൻകൈ എടുത്തത്. ഹി ഫോഴ്സ് മീ ടു ഗെറ്റ് ഇൻ ടു ആർട്ട്. കാരണം എനിക്ക് പയ്യന്നൂർ കോളേജിൽ തന്നെ പഠിച്ച് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സംഘടനയുടെ ജില്ലാ നേതാവൊക്കെ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ he didn't let me do that. ഈ കണ്ണൂർക്കാരുടെ കാണുമ്പോ പണ്ടായിരുന്നു കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് കയ്യിൽ ബോംബുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. എന്താണ് അതിന്റെ? ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തും. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയ സമയത്തൊക്കെ നമ്മള് എല്ലാ സ്ഥലത്തും കണ്ണൂർ ഫേമസ് ആയിരുന്നു ആ ടൈമിന്. കുറച്ച് ഒരു വീര്യം കൂടുതലാന്ന് തോന്നുന്നല്ലേ കണ്ണൂർക്കാർക്ക്? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ. ഞാൻ നോക്കുമ്പോ കണ്ണൂരിന് മാത്രമല്ല പ്രത്യേകത, എല്ലാ ജില്ലകൾക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള വീര്യക്കൂടുതലും വീര്യക്കുറവും ഉണ്ട്. വയലൻസും നോൺ വയലൻസും ഉണ്ട്. എല്ലാം കോ എക്സിസ്റ്റൻസ് ആണ്. അപ്പൊ കേരളത്തിലെല്ലാം അങ്ങോളം ഇങ്ങോളം 14 ജില്ലകളിലും രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കണ്ണൂര് ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ചിലപ്പോൾ അളവിൽ ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും അവിടെ. ചിലപ്പോ ആയിരിക്കും. അപ്പോ ഈ ബാലൻസിന്റെ മറ്റേ അറ്റം ഇച്ചിരി കൂടുതൽ കണ്ണൂരായിരിക്കും എനിക്ക് തോന്നുന്നു. അത് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഉണ്ട് അതിനകത്ത്. ആൾക്കാർക്ക് അതറിയില്ലല്ലോ. അപ്പൊ അത് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പക്ഷെ കണ്ണൂരിനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. രാഷ്ട്രീയ ചരിത്രം നല്ലതൊരു സാംസ്കാരിക ചരിത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ വടകര പോലത്തെ സ്ഥലങ്ങൾ ചേകവന്മാരുടെ ഇപ്പൊ പറയില്ലേ, അങ്ങനത്തെ കളരിയുമായി ബന്ധപ്പെട്ട ചാവേറുകളുടെ അങ്ങനത്തെ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ജീനിൽ അത് ഉണ്ടാവും ആൾക്കാരുടെ. അതായിരിക്കും അവർ ഇപ്പൊ പൊളിറ്റിക്സിലാണെങ്കിലും അത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വയലൻസിലോട്ടൊക്കെ പോകുന്നതിന്റെ കാര്യം അയാളുടെ ഉള്ളിൽ ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കാം. പക്ഷെ എനിക്കത് ഒരിക്കലും നമ്മളടുത്ത് ചോദിക്കുമ്പോൾ കണ്ണൂർ പോകുന്നുണ്ട് വെച്ചാൽ ബോംബുണ്ട് എന്ന് പറയും. കൂടുതൽ കളിച്ച എടുത്ത് അറിയുന്നും പറയും. അതൊക്കെ നമുക്ക് പറയാമല്ലോ, തമാശക്കാണല്ലേ, അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു നോട്ടിലല്ല. പക്ഷെ ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള നോട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പാരന്റ് ബോംബെയിലുള്ള എടുത്ത് ചോദിച്ചായിരുന്നു കണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ തന്നെ, അവിടെയൊക്കെ ഭയങ്കര കുഴപ്പമാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു കാശ്മീരിൽ അത്രയൊന്നും കുഴപ്പം അവിടെ ഇല്ലല്ലോ, അത്രയും പ്രശ്നമൊന്നും ഇവിടെ എന്തായാലും. അബ്രാം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്, പല ടൈപ്പ് ഓഫ് വേഷങ്ങൾ. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ ഓൾഡ് സ്കൂൾ ആക്ടേഴ്സിൻ്റെ കൂടെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് അല്ല, ക്യാരക്ടർ നെയിമുകളല്ല, ക്യാരക്ടർ ഷെയ്ഡുകൾ പറയുമ്പോൾ ആരെയാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ് അതാണ് നമ്മളുടെ ഗെയിം. ഓക്കെ, പോലീസ് സുരേഷ് ഗോപി. പൂവാലൻ അശോകേട്ടൻ. ഓക്കെ, ഐ തോട്ട് ജഗദീഷേട്ടൻ ഓൾസോ. പക്ഷെ അശോകേട്ടനാണ് എനിക്ക് കുറച്ചും കൂടെ, ഹി ഹാസ് മോർ പൂവാലത്തം. ഓക്കെ, വക്കീൽ മമ്മൂക്ക. നായകൻ ലാലേട്ടൻ. എല്ലാരും ആയില്ലേ? വില്ലൻ NF വർഗീസ്. ഫ്രണ്ട് സുധീഷേട്ടൻ. ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും. പക്ഷെ സുധീഷേട്ടൻ എല്ലാ സിനിമകളിലും നായകന്റെ കൂട്ടുകാരനായിട്ട് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? നായകൻ പുതിയ ആളായിരിക്കും, ഫ്രണ്ട് സുധീഷേട്ടൻ. ഇപ്പൊ എന്തെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ഹോബീസ് എന്തെങ്കിലും? ഇല്ല, ഇപ്പൊ നിലവില് ഐ എം ട്രൈങ് ടു
ഫിനിഷ് മൈ സ്ക്രീൻ പ്ലേ. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ തിരക്കഥ എഴുതാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. അതാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉള്ള സിനിമയുടെ ഹോൾ മേക്കിംഗ് പ്രോസസ്സിൽ ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉള്ള പ്രോസസ്സാണ് ഇത് എഴുതി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഐ വാച്ച് മൂവീസ്. എൻ്റെ ഏക ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റ് ബാക്ക് ആൻഡ് വാച്ച് എ മൂവി. എല്ലാ തരത്തിലുള്ള മൂവീസും ഓൾമോസ്റ്റ് OTT-ൽ വരുന്ന എല്ലാം ഞാൻ കാണാറുണ്ട്. മുൻകാലത്തൊക്കെ ഒരുപാട് ക്ലാസിക്സ് കാണുന്നത് നമുക്ക് ഫിലിം ക്ലബ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് ഈ ഇസ്കി സ്റ്റോക്കോസ്കി, ജോർദോസ്കി, ലാൻസ്കി എന്നൊക്കെ പറഞ്ഞ കുറെ എസ്കിമാരുടെ സിനിമകള് കാണുക. മജീദിയുടെ ഇറാനിയൻ അങ്ങനത്തെ സിനിമാസ്, കോസ്റ്റ ഗുവേര എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ, അതൊക്കെ ജിം ജാർമുഷ് അമേരിക്കൻ ഡയറക്ടറാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ദിപാകർ ബാനർജി, അനുരാഗ് കശ്യപ് തുടങ്ങി, അല്ലെങ്കിൽ ബസു ചാറ്റർജി പോലത്തെ പഴയ ഡയറക്ടേഴ്സ്. മലയാളത്തിൽ KG ജോർജ് സാറ്, അരവിന്ദൻ, പത്മരാജൻ, സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ, ഓൾ കൈൻഡ് ഓഫ് മൂവീസ്. അതെ, ഭയങ്കരമായ റിസർച്ചിലാണ്. അല്ല, ഇത് സിനിമ കാണുക എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് കൂടെ ആണല്ലോ. അതിനൊരു പുസ്തകം വായിക്കുന്നതിനേക്കാളും എനിക്ക് ഇപ്പോൾ ഒരു നോവൽ ഇപ്പോൾ ഫേമസ് ആയെന്ന് വിചാരിച്ചോ, എനിക്ക് ഉറപ്പാണ് അത് സിനിമയാവുന്നു. അപ്പോൾ ഞാൻ ഐ വെയിറ്റ് ഫോർ ദാറ്റ് ടു ബിക്കം എ മൂവി. കാരണം വായിക്കുന്നതിനേക്കാളും നമുക്ക് വിഷ്വലിയാണ് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. സോ ഇപ്പോൾ ഡാവിഞ്ചി കോഡ് എന്ന് പറഞ്ഞ പുസ്തകം, ഐ എം ബീങ് ഫ്രം an art history background, Da Vinci Code was like a textbook for all students, for us. കാരണം അതിനകത്ത് ഒരുപാട് ആർട്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ ഇത്രയും വലിയ പുസ്തകം അത് ഒരിക്കലും ഞാൻ അത് വായിക്കില്ല. വെയിറ്റഡ്, എനിക്കറിയാം ഇത് മൂവി ആവുന്നത്. പിന്നെ ടോം ഹാൻക്സ് അത് മൂവി ആക്കിയപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി. സോ മൂവി കാണലാണ് എൻ്റെ ഏറ്റവും ഹോബി. എനിവേസ്, ധീരനെ ഞാൻ ഒരുപാട് വിഷസ് തരാണ്. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക, മിസ് ചെയ്യരുത്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ എപ്പം പറയുന്ന പോലെ അയ്യോ ഇത് തിയേറ്ററിൽ മിസ്സായി പോയി എന്ന് പറയും. അപ്പൊ അതിനിടെ വരുത്തണ്ട. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര പാടാണ്. അതുവരെ നമുക്ക് പറ്റുന്നില്ല. എനിവേസ്, എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. ഞാൻ ചേട്ടന് വേണ്ടി ഞാനും കൂടെ വിഷ് പറയാം. താങ്ക് യു.